നിങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ നിങ്ങൾക്ക് ക്ഷമിക്കേണ്ടി വരും, നിങ്ങൾ ക്ഷമിക്കേണ്ടവരാണ്. അപ്പൊ ഒരു കാര്യം പറയാം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വരുന്ന വലിയൊരു വിഷയം അതാണ്. ഞാൻ ഇന്നലെ അബുദാബിയിൽ നമ്മുടെ ഖുർആൻ ക്ലാസ് നടക്കുന്ന ദിവസമാണ് സാധാരണ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. സ്വന്തം വീട്ടിലെ മകൻ്റെ ഭാര്യ ഒരു ഉമ്മയ്ക്ക് മരുമോളാണ്, ഒരു ഉപ്പാക്ക് മരുമോളാണ്, അങ്ങനെയല്ലേ നമ്മൾ പറയാം. അവരെ മകളായിട്ട് കാണാൻ ഉമ്മക്ക് കഴിയണം, ഭർത്താവിൻ്റെ ഉമ്മയെ ഉമ്മയായിട്ട് കാണാൻ ഈ മരുമോൾക്കും കഴിയണം. വേണ്ടേ? ഇതില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കേണ്ട, ദയവ് ചെയ്ത്. മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും വേണ്ട പൊന്നാരന്മാർ. നിങ്ങൾ ഈ പോക്കും പകയും ഈ അമ്മായിമ്മ പോരും കാട്ടാനാണ് തീരുമാനമെങ്കിൽ എന്തിനാ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണേ? ആ പെൺകുട്ടിൻ്റെ ജീവിതം എന്തിനാ നിങ്ങൾ കൊളാക്കണേ? ആ കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. നിങ്ങളുടെ മകൻ്റെ ഭാര്യ നിങ്ങൾക്ക് ശത്രുവാണെങ്കിൽ എന്തിനാ നിങ്ങൾ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണേ? ആ കല്യാണത്തിൻ്റെ വളർച്ച ചോറ് കൊടുക്കണില്ല മനുഷ്യന്മാർക്ക് എന്തിന്? പിന്നെ ഫുള്ള് മരണം വരെ ശത്രുത കാണിച്ച് ജീവിക്കാനോ? ക്ഷമ എന്ന് പറഞ്ഞ സംഗതി ഇല്ലാന്ന് മാത്രമല്ല, സ്വന്തം മരുമക്കളിൽ അവർക്ക് ദുരന്തം വരണം എന്ന് ആഗ്രഹിച്ച് സിഹർ വരെ ചെയ്തിട്ട് തളർത്തിക്കളയുന്ന അമ്മായിമാരുണ്ട് എന്ന് കേട്ട ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാ പടച്ചോനെ ഇവർ സ്വന്തം ആൺകുട്ടിക്ക് എന്തിനാ പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്? അവളങ്ങനെ പൊന്തണ്ട, അവൾക്ക് അങ്ങനെ വീട് പണിയൊന്നും നടക്കണ്ട, അവൾക്ക് ഞാൻ 3 കഫംപൂടെ റെഡിയാക്കി വെച്ചത് എന്ന് പറഞ്ഞിട്ട് പച്ച സിഹർ ചെയ്യുക, മാരണം ചെയ്യുക, ശൈത്താനിയത്തിൻ്റെ പണി ചെയ്യുക. എന്തൊരു കാലം റബ്ബേ! സ്വാബിരീൻ. കുടുംബ വിഷയങ്ങളിൽ ഭയങ്കരമായ ക്ഷമ വേണ്ട വിഷയമാണ്. ഭയങ്കര ക്ഷമ വേണ്ടി വരും. ഒരു പെണ്ണ് ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് വന്ന നമ്മുടെ ഭാര്യ, അവരുടെ വീട്ടുകാര് ഒന്നിനും കൊള്ളാത്തവരാണ്, ഒരു താഴെ നമ്മൾ ആണുങ്ങളുടെ ആൾക്കാരെ മീതെ. ഇങ്ങനെ ഉണ്ടോ? ആരുണ്ടാക്കിയതാ? ഒരു പെണ്ണായതും നിങ്ങൾ ആണായതും നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാ? അള്ളാഹു തന്നതല്ലേ. ഇപ്പൊ ഭാര്യന്റെ വീട്ടുകാർ എപ്പോഴും ചവിട്ടിത്താഴ്ത്തി ഇങ്ങനെ പറയാ. നിങ്ങളുടെ വീട്ടുകാരങ്ങനെ പറയും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്കും അവരുടെ വീട്ടുകാരെ താഴ്ത്തിക്കെട്ടി പറയുന്നത് ഇഷ്ടപ്പെടൂല. പിന്നെ എന്തിനാ പറയണത്? സ്വാബിരീൻ, ക്ഷമിക്കണേ, മാപ്പ് ചെയ്തു കൊടുക്കണമേ, വിട്ടുവീഴ്ച ചെയ്യണേ. ഖുർആൻ പറയാൻ നമ്മളെന്താ ചെയ്യാ? കാണിച്ചു കൊടുക്കുക. എന്നാ പിന്നെ കാണിച്ചു കൊടുക്കുക എന്താ നമ്മൾ പറയാ? അസ്വാബിരീൻ, ക്ഷമിക്കണമേ, മാപ്പ് ചെയ്തു കൊടുക്കിൻ, അത് സാരല്ല എന്ന് പറയിൻ. ഇത് പറയാനൊന്നും ആളില്ല. കത്തിക്കാൻ ആളുകൾ ഇഷ്ടം പോലെയാണ്, കത്തിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ കിടക്കുന്ന കാലമാണ്. വസ്വാദിഖീൻ, സത്യം പറയുന്ന ആളുകൾക്കാണ് സ്വർഗം. വൽഖാനിതീൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗം. വൽമുൻഫിഖീൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന ആളുകൾ. വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സുബ്ഹിന്റെ മുമ്പുള്ള നേരം, ആ നേരത്തെ ഇസ്തിഗ്ഫാർ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ നല്ല റാഹത്താണ് കേട്ടോ. പള്ളികളിലൊക്കെ ഇഷ്ടം പോലെ ചെറുപ്പക്കാരെ കാണുന്നുണ്ട്, പഴയ പോലെ ഒന്നുമല്ല, അൽഹംദുലില്ലാ. എന്നാലും ഈ സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് ബൈക്ക് എടുത്ത് എവിടെയെങ്കിലും റോഡ് സൈഡിൽ ഇങ്ങനെ കമ്പനി കൂടി ഇരുന്ന് അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പിശാച്ച് വരും. അവിടെ ഇരുന്നിട്ട് സ്വലാത്തില്ല എന്ന് ഉറപ്പാ. എന്തെങ്കിലും അലമ്പിനായി കൂടുന്നത് ഈ ഒരു പോലീസുകാർക്കും വെറുതെ പണി, നാട്ടുകാർക്കും പണി. ഈ കുട്ടികൾക്കൊന്നും വീടൊന്നും ഇല്ലേ? നമ്മൾ അത്ഭുതപ്പെടും. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കറങ്ങി. അപ്പോൾ വലിയ ഡിഗ്രിയുള്ള ആൾക്കാരൊക്കെ MD പല സംഭവങ്ങളുടെ വലിയ അപ്പോൾ ഇങ്ങനെ മാസ്റ്റേഴ്സ് എടുത്ത് നടക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലുള്ള. വല്ലാത്ത പേടിയാണ്. MDMൻ്റെ ആൾക്കാരാണോ? ഇവരെന്താ ചെയ്യുന്നത്? ഒരു പണിയില്ലാണ്ട് വെറുതെ ആ നേരത്ത് പോയി കിടന്നുറങ്ങിക്കൂടെ? എന്താ സുബഹി വാങ്ങി കൊടുക്കുക, നേരത്ത് പോയി കിടന്നുറങ്ങും. ടർഫിലൊക്കെ കളിക്കാൻ പോകുന്ന കുട്ടികളല്ലേ? നിങ്ങൾ രാത്രി കളിക്കണ്ട അങ്ങനെയൊന്നും പറയാൻ നിയമമില്ല. പക്ഷേ സുബഹി കളാക്കരുത്, ശരീരം നശിപ്പിക്കുകയും ചെയ്യരുത്. സുബഹി വരെ കളിക്കും, 3-3:30 വരെ. എന്നിട്ട് വെള്ളം നിറച്ച് പൊറാട്ടയും ബീഫും പോയി കഴിക്കുകയും ചെയ്യും. എന്നിട്ട് പോയി കിടന്നുറങ്ങും സുബഹിൻ്റെ മുമ്പ്. എന്ത് കാര്യം? ആ കളിച്ചതിൻ്റെ ആരോഗ്യം പോയി. ഈ ഭക്ഷണം ഇക്കണക്കിന് വളരെ അനാരോഗ്യപരമായ ഭക്ഷണം കഴിച്ച് ആ നേരത്ത് അല്ലേ, ലഘുവായി കഴിക്കേണ്ട നേരമാണത്. ശരീരം ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്തിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഈ പൊറാട്ടയും ബീഫൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യുക? വേമ്പൊക്കെ പോയി കിടന്നുറങ്ങുക. സുബഹി കിട്ടിയോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. ആരോഗ്യമുണ്ടോ? അതുമില്ല. വെറുതെ സമയം നഷ്ടപ്പെടുന്നത്. ഇവരെ പകലെന്തിനേലും കിട്ടുമോ? അതുമില്ല. ഇങ്ങനെയൊന്നും ആവല്ലേ. മുസ്തഗ്ഫിരീന ഫിൽ അസ്ഹാർ,
സുബ്ഹിന്റെ മുമ്പ് നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ കഴിയണം. ഉറക്ക് നിങ്ങൾക്ക് ഉണ്ട്, അത് ഫിത്രത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉറക്കുണ്ടായിരിക്കാം, ജീവിത ശരീരത്തിന്റെ പ്രകൃതമാണ്. പക്ഷേ ആ ഫിത്രത്തിനെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ മൗൾഡ് ചെയ്യുക. ഒന്ന് എണീക്കാം, സുബ്ഹിന്റെ മുമ്പ് എണീക്കാം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. വളരെ മനോഹരമായ ആയത്തുകളാണ് സൂറത്ത് ആല ഇംറാൻ. ഇരിക്കട്ടെ. അപ്പൊ അല്ലാഹു തആല ഇതൊക്കെ പറഞ്ഞിട്ട് പറയണത് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, ഇതൊക്കെ ഐഹികമായ ജീവിതത്തിന്റെ ആർഭാടങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റേത് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്നത് ഇതൊന്നുമല്ല. അതാണ് നിങ്ങൾ ഒരുക്കി വെക്കേണ്ടത്. ജീവിതം നമുക്കിഷ്ടമാണ്. ആ ജീവിതം അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് സമർപ്പിച്ച സ്വഹാബികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? താബിഴുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ധീര യോദ്ധാക്കളായ നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ കഴിഞ്ഞുപോയവർ, അതിന്റെ മുമ്പും ശേഷവും കഴിഞ്ഞുപോയവർ, ധീരമായി നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടവർ, അവരുടെ ജീവനുകൾ അവർക്ക് ജീവിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടാണോ? അല്ല, അവർക്ക് കൊതിയുണ്ട്. പക്ഷേ നന്മയ്ക്ക് വേണ്ടി ആ ജീവൻ സമർപ്പിക്കാൻ അവർക്ക് മടിയുണ്ടായില്ല. തുർമാഹ് ഇബ്നു ഹക്കീം അദ്ദേഹത്തിന് മരിക്കാൻ ആഗ്രഹം എങ്ങനെയാണ് എന്ന് പറയാണ്. നമുക്കൊക്കെ മരിക്കണമെങ്കിൽ സമാധാനത്തിൽ വീട്ടിലെ കുട്ടികളെ മക്കളൊക്കെ ഒപ്പയിരുത്തിയിട്ട് വെള്ളം കുടിച്ച് സംസം കുടിച്ച് റാഹത്തിൽ മരിക്കണം, പരിസരത്തൊക്കെ എല്ലാവരും വേണം, അത് നല്ലൊരു യാത്രയപ്പ് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാം. പക്ഷേ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവൻ കൊടുക്കാൻ എനിക്ക് കൊതിയാവുന്നുവെന്ന് പറഞ്ഞ തുർമാഹ് ഇബ്നു ഹക്കീം റഹിമഹുല്ലാ. ഫയാ റബ്ബി ഇൻ ഹാനത് വഫാതി ഫലാ തകുൻ അലാ ശർജഇൻ യുഅലാ ബിഖുദ്രിൽ മതാരിഫി ولكن أحن يومي سعيدا بعصبة يصابون في فج من الأرض خائف عصائب من شيبان ألف بينهم تقى الله نزالون عند التزاحف إذا فارقوا دنياهم فارقوا الأذى وصاروا إلى موعود ما في المصاحف. പടച്ചവനെ, നിനക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന സുമനസ്സുകളായ തഖ്വയുള്ള ഒരു മനുഷ്യരുടെ ആൾക്കൂട്ടത്തിലായിട്ട് നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട് അടിപതറാതെ ജീവത്യാഗം ചെയ്ത് മരിക്കാൻ ആഗ്രഹമുണ്ട് റബ്ബേ എന്ന് തുർമാഹ് ഇബ്നു ഹക്കീം എന്നവർ പറയുന്നത്. ഇദാ ഫാറഖൂ ദുനിയാഹും ഫാറഖുൽ അദാ. ദുനിയാവെന്ന് പോയാൽ പിന്നെ പ്രയാസം തീർന്നില്ലേ? പിന്നെ ആരും ഇവിടെ മേക്കറ്റിട്ട് കയറാൻ വരില്ല. മരിച്ചവരെ പറ്റി ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതലുണ്ടോ? എനിക്കറിയില്ല, ഞാൻ വായിക്കാത്തൊരു കിതാബാണത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂലേ? പോട്ടെ, മരിച്ചില്ലേ. ഫാറഖുൽ അദാ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലെ ടെൻഷനൊക്കെ തീർന്നില്ലേ? വസാറു ഇലാ മൗഊദി മാ ഫിൽ മസാഹിഫി. പിന്നെന്താ കിട്ടണത്? മുസ്ഹഫിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളാണ്. അങ്ങനെ മരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് മഹാനായ തുർമാഹ് ഇബ്നു ഹക്കീം റഹിമഹുല്ലാ. യാ അല്ലാഹ്, മുഅ്തയിലെ വല്ലാത്തൊരു അനുഭവമാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റേത്. മുഅ്ത എന്ന് പറയുന്നത് ഇന്നത്തെ ജോർഡാനിലാണ്. അമ്മാനിൽ നിന്നൊരു 200 കിലോമീറ്റർ. ഖറഖ് എന്ന് പറയും. അവിടെ ജാമിഅത്ത് മുഅ്തയുണ്ട്, മുഅ്ത യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പിലാണ് മുഅ്ത ശുഹദാക്കളുടെ രണാങ്കണം നിലനിൽക്കുന്നത്. അവിടെ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും, സിയാറത്ത് ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കാം. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതിൻ്റെ മീതെ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, കുറച്ചൊരു 100-150 മീറ്റർ അപ്പുറത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. 2 കൂട്ടുകാര് ഷഹീദാകാണ്. ആദ്യം ഷഹീദായത് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവാണ്. അത് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ പതാക പിടിച്ചു മുഅ്തയിൽ ആര്? നബി തങ്ങളുടെ കസിൻ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു.
മഹാനവറുകൾ ഷഹീദാവാണ്, 2 കൈകളും മുറിക്കപ്പെട്ട് ഷഹീദാവുകയാണ്. യാ റബ്ബ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഒന്ന് ശങ്കിച്ചു നിന്നു നമ്മൾ പറയല്ല, സ്വഹാബികൾ അങ്ങനെ ചെയ്യൂല. പക്ഷേ ശത്രുക്കൾ 1,00,000 വരുന്ന ശത്രുക്കളാണ്, 3000 സ്വഹാബിമാർ അവിടെ ഉള്ളത്. പടച്ചോനെ, ഞാനിത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും റബ്ബേ? അപ്പോഴേക്കും മഹാനവറുടെ നാവുകളിൽ കവിത വരികയാണ്. ആ കവിതയിൽ മഹാൻ ചൊല്ലുകയാണ്, എന്റെ ശരീരമേ ലതൻസീലന്ന, നീ യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ. ഔ ലതുജ്ബറന്ന, നിന്നെ ഞാൻ നിർബന്ധിപ്പിക്കും ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ. മരണം ഒരിക്കലല്ലേ ഉള്ളൂ, ആ മരണത്തെ നീ ധീരമായി നേരിടണം എന്ന് പറഞ്ഞ് മഹാന അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ കവിയായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെപ്പോലെ യുദ്ധത്തിലേക്ക് ഇറങ്ങാനുണ്ടായത്. ആ മഖാമിൽ ഒരു സുഗന്ധമുണ്ട്, ഇപ്പോഴും ചെന്നാൽ അനുഭവിക്കാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിൽ നബി തങ്ങൾ പറയും, 3 പേരെയും ഞാൻ സ്വർഗത്തിൽ കണ്ടു. അതിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം ഒരൽപ്പം താഴെയാണ്. ഇസ്വിറാറ, സ്വർഗത്തിലെത്തി ശുഹദാക്കള്. പക്ഷേ അപ്പൊ തങ്ങൾ അവർ ചോദിച്ചു, നബിയെ എന്തേ അങ്ങനെ? 3 പേരും മോത്തയുടെ നേതാക്കന്മാരല്ലേ, അവർ 3 പേരും ശുഹദാക്കളല്ലേ, എന്തേ ഒരാൾക്ക് സ്ഥാനം കുറഞ്ഞു പോയത്? പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഒരൽപ്പനേരം പടച്ചോനെ ഞാൻ മരിക്കാണോ എന്നൊരു ശങ്ക മഹാന്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ലേ, അവിടെ കുറച്ച് മാർക്ക് പോയതാണ്. സുബ്ഹാന ജല്ല ജലാൽ. നമുക്കൊക്കെ ഇനി എന്ത് മാർക്ക് ഉണ്ടാവുക എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുക. റബ്ബേ, അള്ളാഹ്ക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗം ചെയ്ത് ശുഹദാക്കളായി പോയവരിൽ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ പടച്ചോന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കണോ എന്ന് മടിക്കല്ല. പക്ഷെ അതൊരു ആത്മഹത്യാപരമാകുമോ? 1,00,000 ആൾക്കാരുണ്ടല്ലോ, ഇവരായിട്ട് യുദ്ധം ചെയ്യാണോ നല്ലത്, അല്ല സുൽഹായിട്ട് പിരിഞ്ഞു പോരാണോ ചെയ്യാൻ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പിന്നെ പിന്മാറുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മുഅ്തയിൽ വലിയൊരു നഷ്ടം സംഭവിക്കാതെ സുരക്ഷിതനായത്. ആ ഒരൊറ്റ ചിന്തയിൽ മഹാനവറുകൾക്ക് അള്ളാഹു കൊടുത്ത മാർക്കിൽ ഒരൽപ്പം കുറവ് വന്നു. സുബ്ഹാന ജല്ല ജലാലു. ഇവരൊക്കെ ധീരമായിട്ട് അള്ളാഹുവിലേക്ക് ഇറങ്ങാണ്. ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله ورضوان من الله. അള്ളാഹു നൽകുന്ന തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും നാളെ സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്നു. വറിദ്വാനും മിനല്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. സമ്പത്ത് അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിന് ഇഷ്ടമാക്കിയ ഒരു സംഗതിയാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടത്തിൽ നിന്ന് അള്ളാഹുവിന് കൊടുക്കണമേ, ഇൻഫാഖ് ചെയ്യണം, ദാനം ചെയ്യണം. എൻ്റേത്, എൻ്റെ പൈസ, എൻ്റെ കാശ് എന്ന് മനുഷ്യന് തോന്നാം. കുട്ടികൾക്ക് പോലും കാശിനോട് ഇഷ്ടമായിരിക്കും. ഇത് മനുഷ്യ പ്രകൃതത്തിലുള്ളതാണ്. ആ പ്രകൃതത്തെ അല്ലാഹു തസ്കീത്ത് ചെയ്തുകൊണ്ടാ പറയുന്നത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ നന്മയായ നന്മകൾ നിങ്ങൾക്ക് കിട്ടുകയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടത് കൊടുക്കണം, ഇഷ്ടപ്പെട്ടത് കൊടുക്കണം, ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. അതുകൊണ്ടാണ് മഹാനായ സ്വഹാബി നബിയോട് പറയുന്നത്, നബിയേ ഇന്ന ഹബ്ബ മാലി ഇലയ്യ ബൈറഹ. എൻ്റെ ബൈറുഹ എന്ന് പറയുന്ന മദീനയിലെ കിണറുള്ള ഒരു തോട്ടം, അത് അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങേക്ക് ദാനമാണ്, മുസ്ലിമീങ്ങൾക്ക് സ്വദഖയാണ് എന്ന് പറഞ്ഞ സ്വഹാബി റളിയല്ലാഹു അൻഹു. മനുഷ്യർക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? മാതാപിതാക്കളുടെ കൂടെ, മക്കളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് കുടുംബത്തെ വിട്ടു നിൽക്കാൻ വലിയ പ്രയാസമാണ് നമുക്കൊക്കെ കേട്ടോ. നാബിഗ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നത്, നാബിഗ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യ അങ്ങ് കരഞ്ഞു. യുദ്ധത്തിന് അവർ യാത്ര പോവുകയാണ്.
ദഅവത്തിന് വേണ്ടി പോവുകയാണ് മഹാനായ നാബിഗ റളിയല്ലാഹു അൻഹു. ഭാര്യ കൈപിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കൈഫ തഖ്റുജു വതത്റുകുനി, എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ പോവുകയാണോ? അത് ഗൾഫിലേക്ക് പോകുന്നതാവാം, ജോലിക്ക് പോകുന്നതാവാം. എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ? എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് നാബിഗ റളിയല്ലാഹു അൻഹുവിനോട് സ്വന്തം ഭാര്യ പറഞ്ഞപ്പോ ആ ഭാര്യയോട് നാബിഗ റളിയല്ലാഹു അൻഹു കൊടുത്ത ചില കവിതയിലൂടെ നൽകിയ മറുപടിയുണ്ട്. മറുപടി എന്ന് പറയട്ടെ. യാ ബിൻത അമ്മി കിതാബുല്ലാഹി അഖ്റജനി ഖുർഹൻ വഹൽ അംനഅൻ അല്ലാഹ മാ ഫഅല. അല്ലാഹുവല്ലേ ദഅവത്ത് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലാഹുവല്ലേ ത്യാഗം ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാഹ് ഇറങ്ങാൻ പറഞ്ഞാ പിന്നെ ഇറങ്ങണ്ടയോ? നമ്മൾ ഇറങ്ങണം. അള്ളാഹു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് റബ്ബ് സ്വീകരിക്കട്ടെ. ഇപ്പം നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കുട്ടികളും മക്കളും കൂടെ വീട്ടിലിരുന്ന് ഒരു ഭക്ഷണം കഴിച്ച് ഒരു ചായയും കുടിച്ച് വർത്തമാനം പറഞ്ഞ് കുറച്ചു നേരം ഇരിക്കാൻ കിട്ടുന്ന സമയമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ സദസ്സിൽ എൻ്റെ കൂടെ നമ്മൾ ഇവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? എനിക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രാവിലെ എത്തുന്നു, ഒരു അരമണിക്കൂർ എങ്ങാനും വീട്ടിൽ നിൽക്കുന്നു, പോകുന്നു. ഈ 2 ദിവസം ആഴ്ചയിൽ, പിന്നെ തിങ്കളാഴ്ച മുതൽ സ്കൂളാണ്, വെള്ളിയാഴ്ച വരെ സ്കൂളാണ്, ജുമുഅ വരെ സ്കൂളുണ്ട്. രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 4:30 വരെ സ്കൂളുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കേണ്ട വീക്കെൻഡാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത്, എല്ലാ ആഴ്ചയും വരുന്നു, പോകുന്നു. എനിക്ക് തോന്നുകയാണ് ഇതൊന്നും ചെയ്യണ്ട, എനിക്കിപ്പോൾ എന്തിനാ വെറുതെ, എനിക്കിപ്പോൾ ഇവിടെ വന്ന് പോകുകയെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി നോക്കിയാൽ എനിക്ക് നഷ്ടമാണ്. അത് പറയാലോ, പൈസ ഉണ്ടാക്കാനല്ലേ വരുന്നത്, എനിക്ക് നഷ്ടമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. എനിക്ക് അവിടെ നിന്ന് അതിലേറെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ദാറുൽ പഠിച്ചതല്ലേ, ഉമ്മത്തിൻ്റെ ചോറ് വെച്ചതല്ലേ, നമ്മൾ ദഅവത്ത് ചെയ്യേണ്ടവരാണ്. അപ്പോൾ എൻ്റെ ഒരു വിശ്രമമോ എൻ്റെ ഒരു സൗകര്യമോ ഞാൻ നോക്കാൻ പാടില്ലല്ലോ. സമൂഹത്തിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ. ത്യാഗം എന്ന് പറയല്ലോ, ഒരു ഖിദ്മത്ത് എന്തെങ്കിലും ചെയ്യണ്ടേ. ഇത് വേണ്ടെന്ന് വെച്ചാൽ ഇപ്പം എന്തിനാ ഈ ഉറക്കമൊഴിച്ച് യാത്ര വെച്ച്, എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റി, നാളെ ഉറങ്ങാൻ പറ്റൂല, മറ്റന്നാൾ രാവിലെ സ്കൂളിലേക്ക് എത്തും വേണം, കുട്ടികളെ മുമ്പിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്കൂളിലും മദ്രസയിലും ജോലിയും ഉസ്താദന്മാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണത്. അപ്പോൾ നമുക്കൊരു ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ഈ ഒരു വീക്കെൻഡ് വരുമ്പോൾ, എനിക്ക് വിശ്രമമില്ലാത്ത സമയമാണ് വീക്കെൻഡ്. സ്കൂളിലാവുമ്പോൾ അന്ന് രാത്രി 10 മണിക്കൊക്കെ ഉറങ്ങാൻ പറ്റിയേക്കാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുക. വേറെ പറയാൻ പോണ ഉസ്താദന്മാരും ദഅവത്തിന് പോകുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെ, ഞാൻ എന്തിനാ ഈ മനുഷ്യന്മാരെ ഈ പഴി കേൾക്കാനും ഇവരുടെ ഈ ചറപറ ഗീബത്ത് നമീമത്ത് കേൾക്കാനും, എന്തിനാ എനിക്ക് പരിപ്പോയി എൻ്റെ കുട്ടികളുടെ കൂടെ അവനാൻ്റെ ജോലിയും ചെയ്ത് മിണ്ടാണ്ട് ചായം കുടിച്ച് വെള്ളം കുടിച്ചിരുന്നാൽ പോരെ എന്ന് ചിന്തിച്ചാൽ ദഅവത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ദൗത്യം നമ്മൾ ചെയ്യാതിരിക്കല്ലേ? അള്ളാഹുവിൻ്റെ മേൽ കുറ്റക്കാരാവൂലേ? നമ്മളത് ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ വിശ്രമം കാര്യം മരിച്ചിട്ട് ഖബറിൽ പോയി വിശ്രമിക്കേണ്ടി വരും, അല്ലാതെ ദുനിയാവിൽ വിശ്രമിക്കാൻ പറ്റും തോന്നില്ല. നമ്മളത് ചെയ്തേ പറ്റും. കിതാബല്ലാഹി അഖ്റജനി, നാബിഗ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാക്ക് ഞാൻ ചിന്തിച്ചു പോകും. അള്ളാഹിൻ്റെ കിതാബല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. നമുക്ക് വിശ്രമിക്കേണ്ട സമയമാണ്, ഉറങ്ങേണ്ട സമയമാണ്. പക്ഷേ അള്ളാഹു വിളിച്ചാൽ പിന്നെ ഇറങ്ങണ്ടേ എന്ന് ചോദിച്ചു ഭാര്യയോട് നാബിഗ റളിയല്ലാഹു അൻഹു. കൈഫ തഖ്റുജു വതത്റുകുനി ഫഇൻ റജഅതു ഫറബ്ബുൽ കൗനി യുർജിഉനി. പെണ്ണേ, ഞാൻ പോവാണ്, തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. അള്ളാഹു എന്നെ തിരിച്ചു പറഞ്ഞയച്ചു എന്ന് വിചാരിച്ചാൽ മതി. അള്ളാഹു എന്നെ തിരിച്ചു പറഞ്ഞയച്ചപ്പോൾ ഞാൻ തിരിച്ചു വന്നു. വഇൻ ലഹഖതു ബിറബ്ബി ഫബ്തഗി ബദലാ. ഈ പോക്കിലെങ്ങാനും ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണെങ്കിൽ, നീ വേറെ പുതിയാപ്പിളിനെ കല്യാണം കഴിച്ചുകൊണ്ടിട്ടോ, എന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ മരിച്ചാൽ പിന്നെ ഇത് കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിച്ചുകൊണ്ടു. അള്ളാഹു കൊണ്ടുപോകണേ കൊണ്ടുപോകും. നമ്മുടെ ജീവിതമൊക്കെ അത്രയേ ഉള്ളൂ. യാത്രയിൽ നമ്മൾ എത്തൂലേ, ഫ്ലൈറ്റ് പൊളിഞ്ഞാടോ, ഇതൊന്നും നമുക്കറിയില്ല, അല്ലേ? കാറ് പോയി ഇടിക്കോ, ട്രെയിന് പോയിട്ട് എന്തെങ്കിലും ആവോ, അതൊക്കെ പേടിക്കാൻ നിന്നാൽ ജീവിക്കാൻ പറ്റുമോ? പോവുകയാണ്, തിരിച്ചു വന്നാൽ അള്ളാഹ് തിരിച്ചു കൊണ്ടെന്ന് വിചാരിച്ചാൽ മതി. വന്നില്ലേ, അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി, എന്നാൽ പിന്നെ കുറേ കെട്ടിപ്പിടിച്ച് കരയൊന്നും വേണ്ട. എന്ത് ചെയ്യുക, നീ വേറെ കല്യാണം കഴിച്ചുകൊണ്ടിട്ടോ. പക്ഷെ ഒരു പെണ്ണും ഭർത്താവിനോടത് പറയില്ല, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടരുതിട്ടോ എന്നാ പറയുള്ളൂ. പക്ഷെ ഭർത്താവായ നാബിഗ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ, ഞാൻ മരിക്കുകയാണെങ്കിൽ ഇജ്ജ് വേറെ കല്യാണം കഴിച്ചോളൂ. എന്നെ അള്ളാഹ് കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ മതി, എനിക്കിവിടെ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? ജീവിതം ഇഷ്ടമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്, ഭാര്യ മക്കളുടെ കൂടെ ഇരിക്കൽ ഇഷ്ടമാണ്. പക്ഷെ ആ ഇഷ്ടത്തിൻ്റെ മീതെ അള്ളാഹുവിൻ്റെ ചില ഇഷ്ടങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. فإن رجعت فرب الكون يرجعني
وإن لحقت بربي فابتغي بدلا ما كنت أعرج أو أعمى فيعذرني أو ضارعا من ضنا لم يستطع حولا. പെണ്ണേ, എനിക്ക് മുടന്തുകാലില്ലല്ലോ, ഞാൻ അന്ധനല്ലല്ലോ, കണ്ണ് കാണാത്ത മനുഷ്യനാണെങ്കിൽ എനിക്ക് എഴുതുറുണ്ട്, എക്സ്ക്യൂസ് ഉണ്ട്, എനിക്ക് ഇളവുണ്ട് എന്ന് പറയാം. ആരോഗ്യമുള്ള അവസ്ഥയല്ലേ, അപ്പൊ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് പെണ്ണേ എന്നോട് പോകരുത് എന്ന് പറയല്ലേ എന്ന് മഹാനായ നാബി റളിയല്ലാഹു അൻഹു ഭാര്യയോട്, എന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്ന മനുഷ്യന്റെ ഫിത്രത്തിന്റെ സ്വഭാവത്തെ അള്ളാഹുവിന് വേണ്ടി ആ സ്വഭാവത്തെ പരിപോഷിപ്പിക്കുകയാണ്. അതിലും വലുത് എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ സമർപ്പിക്കണം. ആ ത്യാഗമാണ് നാബി റളിയല്ലാഹു, ആ ത്യാഗമാണ് സ്വഹാബിമാര് ചെയ്തത്, താബിഈങ്ങൾ ചെയ്തത്, ഉലമാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദാഇമാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള ത്യാഗമാണ്. എന്തേ, നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ, വെറുതെ ഇരിക്കാനോ ഒരു പണിയില്ലാണ്ടിരിക്കാനോ. സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് തെറി കേൾക്കേണ്ടി വരും അല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രസംഗം ഒരു വാദമെല്ലാം ഉണ്ടാണ്ട് ഉത്തരുന്ന ആരെങ്കിലും അറിയോ? എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടോ? അങ്ങനെ ജീവിച്ചൂടെ? അപ്പോൾ ഇതിൽ നല്ലതും ചീത്ത കുറേ ദുആ കിട്ടുട്ടോ. മാഷാ അല്ലാഹ്, എത്രയോ ഉമ്മമാർ, പ്രായമുള്ള ഉപ്പമാർ, നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യന്മാർ ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു അതിനൊക്കെ കൂലി തരട്ടെ. അതൊരു ഭാഗമാണ്. കുറച്ചാൾക്കാർ നല്ല ഏറും ചെയ്യും, ആ ഏറും കൊള്ളേണ്ടി വരും. അതൊക്കെ ഇതിൽ പറഞ്ഞതാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് എന്തുണ്ട്? അതുകൊണ്ട് ഏറ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്? നന്മ പറയാതിരിക്കരുത്, സത്യം പറയാതിരിക്കരുത്. എറിയുന്നവരെ എല്ലാവരും എറി. അള്ളാഹു റസൂലിനെ അവരെ എറിഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലപ്പുറമൊന്നുമല്ലല്ലോ നമ്മളെ കാര്യങ്ങൾ. അത്ര വിചാരിച്ചാൽ മതി. നമ്മുടെ റാഹത്തിനേക്കാൾ വലുത് അള്ളാഹുവിൻ്റെതാണ്. ഇതാണ് നമ്മുടെ മനുഷ്യ പ്രകൃതത്തെ അള്ളാഹുവിന് വേണ്ടി പരിപോഷിപ്പിക്കുവാൻ വേണ്ടി പറയാണ് പരിശുദ്ധമായ ദീൻ. വലിയൊരു ചരിത്രമുണ്ട്. മഹാനായ അല്ലാമ ഇബ്നു ഇസ്ഹാഖ് എന്നവര് ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമി തങ്ങളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം അറബികളായ തുർക്കികൾ, അതായത് ബാബിലോണിയക്കാരുടെ രാജാവാണ്. അറബികളായ റോമക്കാരെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നാട്ടുകാർ. അവിടുത്തെ ഒരു വലിയ രാജാവായിരുന്നു ഫർവത്ത് ഇബ്നു അംർ അൽ ജുദാമി. അദ്ദേഹം മുസ്ലിമായി. ഇസ്ലാം സ്വീകരിച്ചപ്പോഴേ നാട്ടുകാരൊക്കെ വളഞ്ഞിട്ട് പിടിച്ചു. ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തില്ല. മഹാനവറുകളെ കുരിശിൽ തറച്ചു. അന്നത്തെ ഏറ്റവും വലിയ ശിക്ഷയാണ് കുരിശിൽ തറക്കുക എന്ന് പറഞ്ഞാൽ. ഈസാ നബിയെ കുരിശിൽ തറച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, മുസ്ലിമീങ്ങൾ ഇല്ല. ഈസാ നബി അലൈഹിസ്സലാമിനെ വമാ സ്വലബൂഹു വമാ ഖതലൂഹു, ഈസാ നബിയെ അവർ കൊല്ലുകയോ കുരിശിൽ തറക്കുകയോ ചെയ്തിട്ടില്ല, അത് മറ്റൊരാളായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഏതായിരുന്നാലും മഹാനായ ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമിയെ കുരിശിൽ തറച്ചു വെച്ചു. അവരെ ഇങ്ങനെ അമ്പ് പിടിച്ചു. ഇപ്പൊ വെക്കുമെന്ന് പറഞ്ഞിട്ട്, തോക്കില്ലാത്തതുകൊണ്ട് അന്ന് അമ്പല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ തോക്ക് പിടിച്ചിട്ടുണ്ടാവും. അമ്പെയ്ത് പിടിച്ചു, ഇപ്പൊ കൊല്ലുന്നു പറഞ്ഞിട്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആർക്കെങ്കിലും പാട്ട് വരുമോ, ബൈത്ത് വരുമോ ചൊല്ലാൻ? അതും ആ സമയത്ത് ഉണ്ടാക്കി ചൊല്ലുക, പേടിച്ചിട്ട് പറയാൻ നാവുണ്ടാവോ? മഹാനായ ഫർവത്ത് ഇബ്നു അംർ അൽ ജുദാമി തങ്ങള് ചില കവിതകൾ ചൊല്ലിയ നേരത്ത്. അതാണ് അത്ഭുതം. എങ്ങനെ ആ ഒരു രംഗത്ത് നിൽക്കും. മരിക്കണം എന്ന് ആർക്കും ആഗ്രഹമുണ്ട്? എല്ലാവർക്കും ജീവിതം ഇഷ്ടമല്ലേ? ഖുർആൻ തന്നെ പറഞ്ഞു നമുക്കൊക്കെ ജീവിക്കാൻ ഇഷ്ടമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ജീവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നത് അതിലും വലിയൊരു ത്യാഗമാണ്. ആ ത്യാഗത്തിന് സന്നദ്ധത കാണിക്കുന്നവർക്ക് റബ്ബ് തആല വലിയ മഹത്വം കൊടുക്കുകയാണ്. അവരാണ് ശുഹദാക്കള്. അവർക്കല്ല ഷഫാഅത്ത് കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുകയാണ്. മഹാനായ ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമി റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചില കവിതകൾ ചൊല്ലുന്നു. ബല്ലിഗ് സുറാത്തൽ മുസ്ലിമീന ബിഅന്നനി സിൽമുൽ ലിറബ്ബി അഅ്ളുമി വമഖാമി. ബല്ലിഗ് സുറാത്തൽ മുസ്ലിമീന ബിഅന്നനി, മുസ്ലിമീങ്ങളായ നേതാക്കന്മാരോട് മുഴുവനും നിങ്ങൾ അറിയിച്ചു കൊടുക്കണമേ. ബിഅന്നനി സിൽമുൽ ലിറബ്ബി അഅ്ളുമി വമഖാമി, ഞാനിവിടെ നിൽക്കുന്ന കുരിശിലാണ് എന്നെ പിടിച്ചു തറച്ചിരിക്കുന്നത്. എൻ്റെ എല്ലുകളും എൻ്റെ ശരീരവും ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എൻ്റെ മുസ്ലിമീങ്ങളോട് നിങ്ങൾ പറയണമേ. കവിത ചൊല്ലുകയാണ് മഹാനായ ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമി റളിയല്ലാഹു അൻഹു. ബല്ലിഗ് സുറാത്തൽ മുസ്ലിമീന ബിഅന്നനി സിൽമുൽ ലിറബ്ബി അഅ്ളുമി വമഖാമി, ഞാൻ പിന്മാറിയിട്ടില്ല. അലാ ഹൽ അതാ സൽമാ
അവരുടെ ഭാര്യയാണ് സൽമ. അപ്പം എൻ്റെ ഭാര്യയോടൊരു കാര്യം പറയാം. ഭാര്യയോട് ചെന്ന് കാണാനും വേല. അപ്പോൾ നിന്നിട്ട് ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആളുകൾ മനഃപ്പാഠമാക്കുകയാണ് ഈ വരികൾ. അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. അലാഹൽ അതാ സൽമ ബിഅന്ന ഹലീലഹാ അലാ മാഇ അഫ്റാ ഫൗക ഇഹ്ദർ റവാഹിലി. എൻ്റെ ഭാര്യ സൽമക്കറിയുമോ? ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടിയത് ഫലസ്തീനിലാണ്. കൊണ്ടുവന്ന് കാരണം അന്നത്തെ റോമൻ ആസ്ഥാനം ജെറൂസലേമാണ്. അവിടെയാണ് ഇദ്ദേഹത്തെ കുരിശിൽ തറച്ചത്. അവിടെയുള്ള ഒരു അഫ്രാ തടാകമുണ്ട്. ആ തടാകത്തിന്റെ അരികത്താണ് ഇദ്ദേഹത്തെ കുരിശിൽ തറച്ചത്. ആ കഥയാണ് ഭാര്യയോട് പറയാൻ വേണ്ടി പറയാണ്, എൻ്റെ പെണ്ണിനെ അറിയിച്ചു കൊടുക്കിൻ. ഹലീൽ ഭർത്താവിന് പറയുന്ന വാക്കാണ് ഹലീൽ. എന്തേ? അല്ലാഹ് ഹലാലാക്കിയ പുരുഷൻ, അതാണ് ഹലീല്. സൽമയോട് പറയണേ അവളുടെ ഭർത്താവ് അഫ്റാ തടാകത്തിന്റെ അരികത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയണം. നല്ല ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞേക്കാണ്. ഇവിടെ ഈ കുരിശിൽ തറച്ചതിനെ ഒട്ടകപ്പുറത്ത് ഇരിക്കണ പോലെ മഹാൻ കണ്ടത്. ഞാൻ നല്ല ഒട്ടകപ്പുറത്താണ്, ഇപ്പുറത്ത് അഫ്റാ തടാകമുണ്ട്, ഇപ്പൊ നല്ലൊരു സ്ഥലത്ത് ടൂറിന് പോയതാന്ന് പറഞ്ഞു കൊടുക്കണേ എൻ്റെ ഭാര്യ സെൽമയോട്, പേടിക്കണ്ട എന്ന് പറയണേ. ഇത് പറയാൻ മാത്രമുള്ള ആത്മധൈര്യം, ജീവനക്കൊതിയുള്ള മനുഷ്യ പ്രകൃതത്തിനപ്പുറത്തേക്ക് മഹാനായ ഈ ത്യാഗീവര്യനായ ഫർവ റളിയല്ലാഹു അൻഹു ചെയ്തതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതും മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണ്. യാ അല്ലാഹ്.